വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. തൻ്റെ പ്രിയമക്കൾ ഭയങ്കരമായ വിപത്തുകളിൽ കൂടി കടന്നു പോകുവാൻ ദൈവം എന്തുകൊണ്ട് അനുവദിക്കുന്നു? പ്രതികൂലങ്ങളില്ലാത്തൊരു ജീവിതം എന്തുകൊണ്ട് എനിക്ക് ദൈവം നൽകുന്നില്ല? ഒരുപക്ഷെ നാം പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവയൊക്കെ. ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ വളരെ അധികമാണ്. എങ്കിലും കഷ്ടതകളുടെ മധ്യത്തിൽ ദൈവം തൻ്റെ മക്കളെ ഒരുക്കി ശുദ്ധീകരിച്ച് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദുഷ്ടന്റെ വളർച്ച നമ്മെ അത്ഭുതപ്പെടുത്തും. അവർക്ക് കഷ്ടത ഒട്ടുമേ ഇല്ല. ഇത് കാണുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലേ എന്ന് നാം സംശയിക്കുകയും ചെയ്യും. ദുഷ്ടന്റെ വളർച്ചയെക്കുറിച്ച് സങ്കീർത്തനം 37-35 പറയുന്നത്, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. 92:7 പറയുന്നത്, ദുഷ്ടൻ പുല്ലുപോലെ മുളയ്ക്കുകയും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ വിധത്തിൽ തഴച്ചു വളരുന്ന ദുഷ്ടനെക്കുറിച്ച് തുടർന്ന് പറയുന്നത്, ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല. സങ്കീർത്തനം 37-36. ദുഷ്ടൻ തഴച്ചു വളരുന്നത് എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു എന്ന് സങ്കീർത്തനം 92:7 പറയുന്നു. അതുകൊണ്ട് ദുഷ്ടന്റെ വളർച്ച കണ്ട് നാം അത്ഭുതപ്പെടേണ്ട. നീതിമാനെക്കുറിച്ച് സങ്കീർത്തനം 92:12 വാക്യങ്ങളിൽ പറയുന്നത്, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും, അവരെ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. പന മരുഭൂമിയിലെ മണൽക്കാറ്റിലും ചുട്ടുപൊള്ളുന്ന വെയിലിലും ഫലം നൽകുകയും അനേക തലമുറകൾ നിലനിൽക്കുകയും ചെയ്യും. ദേവദാരു മരുഭൂമിയിലെ മണൽക്കാറ്റിൽ ഉലഞ്ഞു പിരിഞ്ഞു വീഴാതെ അനേക ശതാബ്ദങ്ങൾ നിലനിൽക്കും. ഇതേ വിധത്തിൽ നീതിമാൻ യാതൊരു കഷ്ടതയിലും പതറാതെ തകരാതെ നിലനിൽക്കും. എന്തുകൊണ്ടെന്നാൽ കഷ്ടതയുടെ അനുഭവങ്ങളിൽ നീതിമാനോടുകൂടി കർത്താവ് ഉണ്ടായിരിക്കും. യെശയ്യാവ് 41:10 പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നല്ല തച്ചനായ കർത്താവ് ജീവിതങ്ങളെ കടഞ്ഞെടുക്കുന്നവനാണ്. ഒരു മരം മുറിച്ച് ഉരുപ്പടിയാക്കി അറുത്ത് ഉളികൊണ്ട് കൊത്തിയാണ് മനോഹരമായ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് തന്നെയാണ് നീതിമാന്റെ കഷ്ടതയിലും കാണുന്നത്. വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനായി തിരഞ്ഞെടുക്കുന്നവരെ ദൈവം തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ കടത്തിവിടും. 40 വർഷത്തെ മരുഭൂവാസവും ആടുമേയ്ക്കലുമായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ നേതാവായി തീരുവാൻ മോശയെ സഹായിച്ചത്. ജോസഫ് പൊട്ടക്കിണറിൽ എറിയപ്പെട്ടതും അടിമയായി വിൽക്കപ്പെട്ടതും തടവറയിൽ കിടന്നതും എല്ലാം മിസ്രൈമിലെ പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നതിനും തൻ്റെ ജനത്തെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും ആയിരുന്നു. ദീർഘകാല കഷ്ടതകളുടെ മധ്യത്തിൽ നാം പലപ്പോഴും മുഷിഞ്ഞു പോകും, മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടും. എന്നാൽ അഗ്നി ജ്വലിച്ചുകൊണ്ടിരുന്നിട്ടും വെന്തുപോകാതെ സൂക്ഷിച്ചവനാണ് നമ്മുടെ ദൈവം. യെശയ്യാവ് പറയുന്നത്, നീ വെള്ളത്തിൽ കൂടി കടക്കും, എന്നാൽ മുങ്ങിപ്പോകയില്ല, തീയിൽ കൂടി കടക്കും, എന്നാൽ ദഹിച്ചു പോകില്ല. 43:2. കഷ്ടത ദൈവസ്നേഹത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവസ്നേഹം വെളിപ്പെട്ട് കിട്ടിയ ദാവീദ് പറഞ്ഞു, കുരിയിൽ താഴെ കൂടി കടന്നാൽ ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ കർത്താവ് എന്നോട് കൂടെയുണ്ട്. കടലിൽ കൂടി യാത്ര ചെയ്ത ശിഷ്യന്മാർ കൊടുങ്കാറ്റിൽ തണ്ടുവലിച്ച് വലയുമ്പോൾ കടലിന്മേൽ നടന്ന് കർത്താവ് അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട. കഷ്ടതയുടെ മധ്യത്തിൽ ദൈവശബ്ദം ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി. പൗലോസ് കഷ്ടതയുടെ മധ്യത്തിൽ കേട്ട ശബ്ദം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 2 കൊരിന്ത്യർ 12:9 വാക്യം. റോമർ 8:18 പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തെ കഷ്ടതകൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു.
യഹോവയായ ദൈവം ചെങ്കടലിനെ വിഭജിച്ചത് നമുക്കറിയാം. ചെങ്കടൽ വിഭജിക്കപ്പെടണമായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ജനം ചെങ്കടൽക്കരയിൽ വരികയും ശത്രു സൈന്യം അവരെ നശിപ്പിപ്പാൻ അവരുടെ പുറകിൽ നിൽക്കുകയും വേണമായിരുന്നു. മുൻപോട്ടും പുറകോട്ടും പോകാത്ത അവസ്ഥയിൽ എത്തിയപ്പോഴാ അത്ഭുതം നടന്നത്, ചെങ്കടൽ വിഭജിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇരമ്പി വരുന്ന തിരമാല കണ്ട് ഭയപ്പെടേണ്ട, ഇടിമുഴക്കം കേട്ട് ഓടിപ്പോകേണ്ട, കറുത്ത മേഘം കണ്ട് അറച്ചു നിൽക്കുകയും വേണ്ട. വിശ്വാസത്തിൻ്റെ വടി മുറുകെ പിടിക്കുക. വിശ്വാസത്തോടെ കഷ്ടതകളെ അഭിമുഖീകരിക്കുക. കഷ്ടതകളിൽ കൂടെ ഇരുന്ന് അത്ഭുതം ചെയ്യുന്നവനാ നമ്മളുടെ കർത്താവ്. കർത്താവേ, കഷ്ടതയിൽ പതരാതെ നീ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ മുന്നിലേക്ക് നോക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.